ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അഖിൽമാരാരുടെ മുള്ളംകൊല്ലി. അപ്പോൾ നമ്മുടെ മുള്ളംകൊല്ലി വേലായുധന് ഓർമ്മയില്ലേ? മുള്ളംകൊല്ലി വേലായുധൻ ബിഗ് ബോസ് താരങ്ങളുടെ ചിത്രമല്ലേ? ഒന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങനെ ചിത്രം കണ്ടു. ഇൻ്റർവെല്ലായപ്പോൾ ചിലരൊക്കെ പകുതിക്ക് എഴുന്നേറ്റ് പോകുന്ന കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ ചിത്രം എങ്ങനെയുണ്ട് എന്നൊന്നും. അത്രത്തോളം പരമ ബോറിങ് പടമാണ് മുള്ളംകൊല്ലി. പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങളൊക്കെ തന്നെ അങ്ങ് ഊഹിക്കുക. അപ്പൊ സ്വന്തം പടത്തിനെ പറ്റി അഖിൽമാരാരുടെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ്? എന്നാലും സ്വന്തം ആക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു. നന്നായി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. നിങ്ങൾക്ക് തോന്നുന്നു പേഴ്സണലി എന്നെ സൂചിപ്പിക്കാൻ ഒന്നും പറയാം. പേഴ്സണലി എന്ത് തോന്നുന്നു? അവസാനത്തെ ഒരു 20 മിനിറ്റ് ഓക്കെയാണ്. ഞാൻ ബാക്കിയൊന്നും ചോദിക്കുന്നില്ല. 20 മിനിറ്റ് പ്രേക്ഷകർ തിയേറ്ററിൽ നടക്കുന്ന സമയത്ത് ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വളരെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ലാഗടിക്കുന്നുണ്ടെന്നില്ല. അവസാനം ഒരു ഇടയ്ക്ക് കൈയിടിയൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷം സെക്കൻഡ് കേട്ട് അതെ അത് വെച്ചാൽ എത്ര കഥകളിലേക്കൊന്ന് കയറി വരാൻ സമയം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ സിനിമയുണ്ടല്ലേ, ഇതേ സിനിമയുടെ കഥാപാത്രങ്ങളും മറ്റു ചിലരും ചെയ്തു. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ വലിയ ടെക്നീഷ്യന്മാരൊക്കെ വന്നാൽ ഇതേ സിനിമ വലിയ പടമായിട്ട് മാറും. തീർച്ചയായും ഫാമിലിയായിട്ട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് വളരെ അപൂർവമായിട്ടാണ് ഈ സിനിമ ഫാമിലിയായിട്ട് പോയിട്ടുള്ളത്. സ്വന്തം സിനിമ എന്താ ഫാമിലിയായിട്ട് കാണുന്നത്? ഞാനത് സിനിമയുടെ അഭിപ്രായമല്ല. എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഇതൊക്കെ ഞാനിങ്ങനെ പണ്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ വെറുതെ സ്വപ്നം കാണും. നടക്കുമോ നടക്കത്തില്ലെന്നൊന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലോ നമ്മൾ ഭാവിയിൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആഗ്രഹിച്ച ഓരോ മേഖലയിലും വലുതൊന്നുമല്ല, പക്ഷേ സാന്നിധ്യമാണ്. ഞാൻ എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ക്രിക്കറ്റ്. അതിൻ്റെ ഇപ്പം നടക്കുന്നതിനകത്തുണ്ട്. സിനിമയുടെ മേഖലയിലുണ്ട്. സംവിധാനം ചെയ്ത് എഴുത്തുകാരനായി ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇനി അടുത്തത് ചെയ്യണം. ഇനി ഇതിൽ മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ തീർച്ചയായും അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ കേട്ടല്ലോ ഗൈസ്, സ്വന്തം സിനിമയെ പറ്റി അഖിൽമാരാരുടെ അഭിപ്രായമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ അഭിപ്രായത്തേക്കാൾ വലുത് നിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കിടയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ വായിക്കാം ഗൈസ്. അപ്പോൾ പോകാം കമൻറ്റിലോട്ട്. ലോക കണ്ടുറങ്ങിയത് ഞാൻ മാത്രമാണോ? ലോജിക്കില്ലാത്തൊരു പടം, അങ്ങനെയാണ് തോന്നിയത്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ഉറക്കം വന്നു, അതുകൊണ്ട് അവസാനത്തെ 20 മിനിറ്റ് കാണാൻ പറ്റിയില്ല എന്നാണ് ഇതിന് ബിജു കമന്റ് ഇട്ടിരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റാണ് ഇതിലും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ ആസനത്തിലെ 20 മിനിറ്റ് ഹിറ്റാച്ചിയെ ഊക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതിനും 32 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. നിനക്ക് നല്ല പണി, അതായത് നിനക്ക് പറ്റിയ പണി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. നിനക്ക് നല്ല പണി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കലാണ്. അഭിനയം അത് ആൺകുട്ടികൾക്ക് പറഞ്ഞതാണ്, നിന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്നാണ് അഖിൽമാരാര് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു കമന്റും ടോപ്പാണ്. അശ്വന്ത് കോക്കിനെ തിരിച്ചു കൊണ്ടുവന്ന അഖിൽമാരാർക്ക് അഭിനന്ദനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും അടിപൊളി കമന്റായി, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തൊരു കമന്റ് നമുക്ക് വായിക്കാൻ കൊള്ളൂല, അമ്മാതിരി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നിങ്ങൾ ഊഹിച്ചോണം. പടം അതാണ്. ചിലർ അഖിൽമാരാരിനെ പറയാൻ കൊള്ളാത്ത വേടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസർ പടം കണ്ട് കരഞ്ഞു എന്നാ കേൾക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാരെ നിങ്ങൾക്ക് ചേർന്ന മേഖല രാഷ്ട്രീയമാണ്, അതിൽ നിങ്ങൾക്ക് നന്നായി ശോഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അഭിനയ മേഖല അങ്ങേർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം പടം 50 രൂപ പോയി കിട്ടി. ആദ്യത്തെ ഈ സിനിമ ഒരാളെങ്കിലും മൊബൈൽ എടുക്കാതെ സ്ക്രീൻ നോക്കിയിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിച്ചവർ മാത്രമാകും. പഴയ ബിഗ് ബോസ് ടീമുകളെല്ലാം കൂടി UK ലക്ഷ്മിയെ ബിഗ് ബോസിൽ കയറ്റിയത് എന്ന് ഉറപ്പായി ഇപ്പോൾ. കണ്ടില്ലേ, അത്രേ ഉള്ളൂ ബിഗ് ബോസ് താരങ്ങളുടെ ഒരു വില എന്ന് പറയുന്നത്. ഇനി ബിഗ് ബോസ് താരങ്ങളെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് പിന്നാലെ വരുന്നുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ആ 20 മിനിറ്റ് മാത്രം കാണിച്ചാൽ പോരെ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഊളമാരാരെന്ന് പറഞ്ഞിട്ടുണ്ട്. മുള്ളാൻ പോലും കൊള്ളില്ലാത്ത പടം, പൈസ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നു ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഉറങ്ങിപ്പോയി, പിന്നെ അങ്ങനെ ഈ അവസാനത്തെ 20 മിനിറ്റ് കാണുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നിന്റെ
ഉമ്പിയ പടം ഡാ മാരാരെ നീ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മണികണ്ഠൻ കവനിട്ടിരിക്കുന്നത് സ്വന്തം പടം പൊട്ടിപ്പൊളിഞ്ഞ് മലങ്കൾട്ടായി പോയവനോട് ചോദ്യം ചോദിക്കുന്നതിലും നല്ലത്. കൊല്ലാൻ മുള്ളി എന്നായിരുന്നു ഇടേണ്ടതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം 20 മിനിറ്റ് കാണാം എന്നാണ് വേറൊരാൾ പറഞ്ഞിരിക്കുന്നത്. ഇവനെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ എന്തിന് ഈ ഫിലിം കണ്ട് ഇവരെ വളർത്തുന്നു എന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ സിനിമയുടെയും കാലം കൊള്ളാത്തതാണ്, സിനിമയുടെ കാലം കഴിയാറായി എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോടാ നിന്റെ 20 മിനിറ്റിന്റെ പൈസ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയിൽ വന്നാൽ പോലും കാണില്ല എന്ന് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. മുള്ളംകൊല്ലി കാണാൻ പോയവർ, തിയേറ്ററിൽ പോയവർ ആളനക്കമില്ലാതെ സുഖമായി 2 മണിക്കൂർ ഉറങ്ങി, അത് മെച്ചം എന്ന് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഇവൻ വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ചിരിക്കാൻ വയ്യ ഗൈസ്. മലങ്കൾട്ടവരാധം എന്ന പദത്തിനോട് നീതി പാലിച്ചു എന്നാണ് കേൾക്കാൻ കഴിയുന്നതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആ പടം ഷർട്ട് പോലുണ്ട് എന്ന് മനസ്സിലായില്ല എനിക്ക്. ആരും കയറാനില്ല, ഇനി കീറിയവർ തന്നെ പകുതിക്ക് ഇറങ്ങി പോകുന്നു. കയറിയവർ എന്നാണ് ഉദ്ദേശിച്ചത്. പകുതിക്ക് ഇറങ്ങി പോകുന്നു. അവരെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ പിടിച്ചു നിർത്തണം, അതിനുള്ള ഒരു സൈക്കിൾ ഓടിക്കൽ മൂവ് എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ 20 മിനിറ്റ് മാത്രം റിലീസ് ചെയ്താൽ പോരായിരുന്നോ എന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഊമ്പിയ പടം എന്ന് വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. ഇവനെ കൊണ്ട് സംസാരിക്കാൻ മാത്രമേ അറിയൂ, അതും പൊട്ടന്മാരോടെന്ന് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. നല്ല പടം സൂപ്പർ, 8 നിലയിൽ പൊട്ടുമെന്ന് വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. ഓടുന്ന പടം കോക്ക്, അതാണ് വേറൊരാൾ ഇട്ടിരിക്കുന്ന കമന്റ്. പകുതി പൈസ കൊടുത്താൽ അവസാനത്തെ 20 മിനിറ്റ് കാണാൻ പറ്റുമോ എന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. ഇതോടെ നിർത്തിക്കോ ഈ കോപ്രായം എന്നൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ആര് കാണാൻ എന്നൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കുറവുള്ളതുപോലെ എന്ന് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. 300 കോടി ഉറപ്പാണെന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. എങ്കിൽ ആ 20 മിനിറ്റ് മാത്രമായിട്ട് ഷോർട്ട് ഫിലിം ആക്കി ഇറക്കിയാൽ പോരായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വായി തോന്നുന്നത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെയല്ല അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർക്ക് അത് ആവശ്യമാണ്. ആക്ടിങ് എന്ന് വെച്ചാൽ മൈക്ക് കിട്ടിയാൽ വളവള അടിക്കുന്നതല്ല എന്ന് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിരിക്കുന്നു വേറെ വല്ല പണിക്കും പോടാന്ന് പറഞ്ഞിരിക്കുന്നു. 20 മിനിറ്റ് ആയപ്പോൾ ഇറങ്ങാം എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. നിന്റെ വളിച്ച പടം എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള നമ്പർ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ അവസാനത്തെ 20 മിനിറ്റ് മാത്രം ഓടിച്ചാൽ പോരെ, വെറുതെ ആളുകളുടെ അത്രയും സമയം കളയണ്ടല്ലോ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ടിക്കറ്റ് എടുത്തോളൂ, സിനിമ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കാവൂന്ന് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. സംതൃപ്തി കൂടുതൽ കിട്ടണമെങ്കിൽ കോക്കിട്ട റിവ്യൂ കണ്ടാൽ മതി എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ദിവസത്തിൽ ബാഹുബലിയേക്കാൾ കളക്ഷൻ കിട്ടിയ ചിത്രം എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ അയാൾക്ക് തന്നെ ചിരി വരുന്നു എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വേർഡ്സുകൾ ചിലർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റൂല. അമ്മാതിരി കമന്റുകൾ തെറികളാണ് വന്നിട്ടുള്ളത്. എന്നാൽ പിന്നെ ഇഖാന്റെ ബസൂക്കയും ഇതും ഒന്നിച്ചു ഇട്ടൂടെ, അത് ലാസ്റ്റ് 20 മിനിറ്റ് പടം. ഈ ജാതി ട്രോളാണ് എൻ്റെ മക്കളെ. തിയേറ്റർ സ്റ്റാഫിന് ഡബിൾ ജോലി ഉണ്ടാക്കി കൊടുത്തവൻ, അവരുടെ ശാപമുണ്ടാകും. കണ്ടവർ കൊട്ടക മുഴുവൻ തൂറി വെച്ചു എന്താ കേട്ടത്. കോപ്പയെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ പോകും, ഊളച്ചിപ്പടം ആരും പോയി കാണരുത്, വളരെ വളരെ മോശം. നമ്മുടെ പൈസ പോയി, നിങ്ങൾ ആരും കൊണ്ടുപോയി പൈസ കളയരുത് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. കോക്കിന്റെ റിവ്യൂ വന്നിട്ടുണ്ട് എന്നൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതിലും നല്ല പടം സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. പൊട്ടി എന്നാണല്ലോ കേട്ടതെന്ന് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അഖിലേട്ടൻ ഫേക്ക് ഐഡി എടുത്ത് അടിപൊളി പടം എന്ന് കമന്റ് ഇട്ടു പോകുന്നുണ്ട്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഖിൽമാരും ഫേക്ക് ഐഡി എടുത്തുകൊണ്ട് അടിപൊളിപ്പടം ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നുണ്ട്, സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാത്ത ജാതി. ഇവന്റെ കാട്ടായം കണ്ടാൽ തോന്നും ഇവൻ വേഗം ലാലേട്ടൻ ലെവലായി എന്ന്. പിന്നെ ഒരു 2 ആണ്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. വേൾഡ് വൈഡ് റിലീസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തിയേറ്റർ സ്റ്റാഫിന് ഇരട്ടി പണി എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്റെ പൊന്നെ അപരാധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയിട്ട് ആ 20 മിനിറ്റ് മാത്രം കാണാൻ ശ്രമിക്കുക. പകുതി പൈസ കൊടുത്താൽ ആ 20 മിനിറ്റ് കാണാൻ പറ്റുമോ എന്ന് പടം കാണാൻ തിയേറ്ററിൽ എത്തുന്നവരൊന്ന് ചോദിച്ചു നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഫസ്റ്റ് ക്ലാസ് പൊളിഞ്ഞ പടം എന്നല്ലാതെ ഈ മുള്ളൻകൊല്ലിയെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല.